2020 CNBC ന്യൂസിൽ ഒരു വ്യക്തി വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് ഹെൽ ഈസ് കമ്മിങ് എന്ന് പറയുകയുണ്ടായി. ബിൽ ആക്മാൻ, വൺ ഓഫ് ദ ബിഗ് നെയിം ഇൻ ദി ഇൻഡസ്ട്രി. അദ്ദേഹം അന്ന് അങ്ങനെ പറയാൻ കാരണം 2020 കൊറോണ പാൻഡമിക് വന്ന് വലിയ ക്രൈസിസ് വരാൻ പോവുകയാണ് എന്ന് US ഗവൺമെന്റിനോട് പറഞ്ഞ് US ഷട്ട് ഡൗൺ ചെയ്യണമെന്നായിരുന്നു പുള്ളിയുടെ റിക്വസ്റ്റ്. പക്ഷേ ഒരു വീക്ക് മുന്നേ തന്നെ $27 മില്യൺ വർത്തായിട്ടുള്ള ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ് ലോങ് ചെയ്തിട്ടാണ് ആ ഒരു ഇന്റർവ്യൂവിൽ അന്ന് വന്നത്. ഈ സ്വാപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലാണ്. ഇപ്പം ക്രെഡിറ്റ് മാർക്കറ്റ് ഡൗൺ പോയാലോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനീസ് ബാങ്ക്രപ്റ്റ് ആയാലോ ഒരു ഇൻഷുറൻസ് പോലെ സിംപിളി പറയുകയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് വർക്ക് ചെയ്യും. ഡൗൺ പോകുമ്പം ഇതിന്റെ വാല്യൂ ഹൈ പൊക്കോണ്ടിരിക്കും. സോ അത് $27 മില്യൺ പുള്ളി ലോങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് വളരെ രീതിയിൽ ഡൗണിലേക്ക് പോവുകയും മാർക്കറ്റിൽ വലിയൊരു പാനിക് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഈ ഇന്റർവ്യൂവിന് ദിവസങ്ങൾക്ക് ശേഷം പുള്ളിയുടെ ഹാഫ് പൊസിഷൻ ക്ലോസ് ചെയ്യുകയാണ്. പിന്നീടുള്ള ബാക്കി പൊസിഷൻ മാർക്കറ്റ് വളരെ ഡിപ്പിലേക്ക് പോയ സമയത്ത് ക്ലോസ് ചെയ്തിരുന്നു. ഏകദേശം $2.6 ബില്യൺ ആണ് പ്രോഫിറ്റിൽ പുള്ളി ഇറങ്ങിയിരിക്കുന്നത് വിത്തിൻ 13 days. വൺ ഓഫ് ദ ബിഗ് പ്രോഫിറ്റ് ആയിരുന്നു പുള്ളി ഊരിയെടുത്തത് മാർക്കറ്റിൽ നിന്ന്. സോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് തോന്നുന്നത്? ഒരു പാനിക് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണോ ചെയ്തത്, അതോ പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യുകയാണോ ചെയ്തത്?